വയനാട് തൊള്ളായിരം കണ്ടിയിൽ കടുവകളുടെ സാന്നിധ്യം. ഇന്നലെ രാത്രിയിലാണ് കടുവകളെയും കുട്ടികളെയും കണ്ടത്. നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വയനാട് തൊള്ളായിരം കണ്ടിയിൽ കടുവ അതുപോലെ ഒപ്പം കുട്ടികളും ഉള്ള ദൃശ്യം ആണ് ഇപ്പോൾ കാണുന്നത്. നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജനവാസ മേഖലയാണ്. കവുങ്ങുകളുടെ ഇടയിലൂടെയാണ് ഇവ കടന്നു പോകുന്നത്. ഇപ്പോൾ കമൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട്. കമൽ, ഈ തൊള്ളായിരം കണ്ടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയല്ലേ? അവിടെ ഇങ്ങനെ ഈ കടുവകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ? രാജീവ്, തൊള്ളായിരം കണ്ടി ടൂറിസം മേഖലയാണ്. പക്ഷെ തൊട്ടടുത്ത് തന്നെ വലിയ വനമേഖലയുണ്ട്. കോഴിക്കോട് വയനാട് അതിർത്തിയിലുള്ള ഈ തുരങ്കപാതയൊക്കെ വരുമെന്ന് പറയുന്ന പ്രദേശത്തിനടുത്താണ് ഈ കള്ളാടി തൊള്ളായിരം കണ്ടിയൊക്കെ. അവിടെ വനമേഖലയുമുണ്ട്. കടുവകളുടെ സാന്നിധ്യം മുൻപ് അത്ര സ്ഥിരമായി ഉണ്ടാകാറുള്ളതല്ല. പക്ഷെ സമീപ വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷമൊക്കെ ഈ ചെമ്പ്രമലയിലും പരിസരത്തുമൊക്കെ കടുവ കണക്കെടുപ്പിലൊക്കെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കൽപ്പറ്റ നഗരത്തിനടുത്ത് വരെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തായാലും തൊള്ളായിരം കണ്ടിയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. കടുവ മാത്രമല്ല, ഒപ്പം കുട്ടികളുമുണ്ട്. അത് ആ പ്രദേശത്തുള്ളവർക്ക് ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. മാത്രമല്ല, വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി സഞ്ചാരികൾ ദിവസവും എത്തുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ കടുവയുടെയും കുട്ടികളുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് ആ പ്രദേശത്ത് നിന്നുള്ള ദൃശ്യം തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതായും വനംവകുപ്പ് പറയുന്നു.